കേരള പോലീസാണ് എന്തുമാവാം എന്നതാണ് ഇപ്പം നിങ്ങളുടെ നിയമം. എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല, ആരും പറയില്ല, നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യാം. നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും, കുമ്പള ടോൾ പ്ലാസ ഇഷ്യൂ. ടോള് കൊടുത്തിട്ടും വാഹനത്തിൻ്റെ മുകളിലേക്ക് ടോൾ ബാറ് വന്ന് വീണത് ചോദ്യം ചെയ്ത യുവാവിനെ ആ യുവാവിൻ്റെ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട്, അതായത് കൈക്കുഞ്ഞടക്കമുള്ള ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് കാറിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി ജീപ്പിൽ കയറ്റുന്ന നമ്മുടെ കേരള പോലീസ്. ഈ കേസിൽ നിങ്ങൾ ഈ കാണിച്ച താല്പര്യവും മറ്റു ഉത്സാഹമൊന്നും വേറെ ഓരോ കേസിലും കാണുന്നില്ലല്ലോ. കണ്ട കോർപ്പറേറ്റ് കമ്പനികളുടെ കയ്യിൽ നിന്ന് കാശും മെങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ നല്ല ഉഷാറാ. ആ ടോൾ അവിടെ നിൽക്കുന്നത് തന്നെ നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഓൾറെഡി അവിടെ ഒരു ടോൾ ഉണ്ട്. അതിനുശേഷം 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടോൾ വരേണ്ടത്. ഇത് 10-25 കിലോമീറ്ററിൻ്റെ അകത്താണ് രണ്ടാമത്തെ ടോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾക്ക് നീക്കവും ചെയ്യണ്ട, അവർക്കെതിരെ കംപ്ലൈൻറ്റും എടുക്കണ്ട, ഒരു കോപ്പും ഉണ്ടാക്കണ്ട. പക്ഷേ അവിടെ ടോളും കൊടുത്തിട്ട് പോയ ഒരു മനുഷ്യൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് ടോൾ ബാർ വന്ന് വീണപ്പോൾ അത് ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് പൊള്ളും. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് അയാൾ വാങ്ങിച്ച വണ്ടിയുടെ മുകളിലോട്ട് ഇങ്ങനൊരു സാധനം വന്ന് വീണ് വണ്ടിക്ക് ചളുക്കോ പെയിൻറ്റ് പോലോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചെയ്യും. ഹേ, അതിൻ്റെ പേരിൽ അയാളെ വണ്ടിയിൽ നിന്ന് ഫാമിലിയുടെ മുന്നിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. ആ ടോളിനെതിരെ അവിടെ കേസ് നടക്കുന്നുണ്ട്, അറിഞ്ഞില്ലായിരുന്നോ പോലീസുകാർ? അങ്ങനെ ഒരു ടോൾ അവിടെ സ്ഥിതി ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം പോലീസുകാർക്ക് അറിയത്തില്ല. ഈ നിയമപുസ്തകം എന്ന് പറയുന്നതൊക്കെ കാണാൻ വെച്ചേക്കുവാണോ? വല്ലപ്പോഴും അതൊക്കെ എടുത്ത് വായിക്ക്. ഇതും കൂടെ എടുത്ത് റീൽസ് ആക്കണം കേട്ടോ. ഭയങ്കര നന്മ കാണിച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റിടത്തുനിന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റീൽസും പോസ്റ്റും ഒക്കെ നിങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാറില്ലേ? ഇതും കൂടെ എടുത്ത് വെച്ച് പോസ്റ്റ് ഇട്. ഞങ്ങളുടെ നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ നല്ല ഒരു ദിവസം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോസ്റ്റ് ഇട്. ജനങ്ങളുടെ കണ്ട് മനസ്സിലാക്കട്ടെ പോലീസുകാരുടെ സ്വഭാവം നല്ലതാണെന്നുള്ളത്. ഇതൊന്നും അല്ലല്ലോ, കുറച്ചായിട്ട് ഇതിന് ഇപ്പം ഇടയിൽ കയറി വരുന്നുണ്ട് പോലീസുകാരുടെ സ്വഭാവവും കയ്യിലിരിപ്പൊക്കെ. മറ്റേ ന്യൂ ഇയറിൻ്റെ അന്ന് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പാവ ഒരു DJ ആർട്ടിസ്റ്റിൻ്റെ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചതേ ഒന്നും മറന്നു കാണില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതേ സാധനം നിങ്ങളുടെ വണ്ടിയുടെ മുകളിലാണ് വന്ന് വീണതെങ്കിൽ നിങ്ങൾ പറയോ അയ്യോ സാരമില്ല പോട്ടെ എന്നൊക്കെ? നിങ്ങൾ കേരള പോലീസിൻ്റെ അധികാരം നിങ്ങൾ അവിടെ കാണിച്ചേനെ ആ ടോളിൽ കളിക്കുന്ന ആൾക്കാരുടെ അടുത്ത്. ഇല്ലേ, ഞാൻ പോലീസാണ്, ഞാൻ ചോദ്യം ചെയ്യും എന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി അങ്ങ് ചോദ്യം ചെയ്തേനല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഒരു പാവപ്പെട്ടവൻ അവൻ്റെ വണ്ടിയുടെ മുകളിൽ ഇങ്ങനൊരു സാധനം വന്ന് വീണപ്പോൾ അത് ചോദ്യം ചെയ്തത് പ്രശ്നം. നിങ്ങളവിടെ ആ ടോൾ വാങ്ങിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊന്ന് പറഞ്ഞു തരണം. അല്ല, നിയമത്തിനൊക്കെ പുല്ല് വില കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് കേരള പോലീസ് എന്നുള്ളതൊക്കെ ഇതിലൂടെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ആ ലേഡീസിൻ്റെ മുന്നിലും ആ കൊച്ചിൻ്റെ മുന്നിലും സ്വന്തം ബാപ്പനെ ഇങ്ങനെ പിടിച്ചിറക്കി കൊണ്ട് പോകത്തില്ലല്ലോ, എന്തോ വലിയ കൊലക്കുറ്റം ചെയ്ത പോലെ. കണ്ട കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പണിയെടുക്കുമ്പോൾ കാണിക്കുന്ന ശുഷ്കാന്തി അതല്ലാതെ കേസുകളിൽ ഒന്ന് കാണിക്കണം കേട്ടോ. അല്ല, ജനങ്ങൾക്കും പാവപ്പെട്ട ആൾക്കാർക്കും നീതി വേണേ, കോർപ്പറേറ്റുകൾക്ക് മാത്രം പോരാ. എന്തായാലും കൊള്ളാം പാവപ്പെട്ട ജനങ്ങളോടുള്ള പോലീസ് ഗുണ്ടായിസം. നിങ്ങളുടെ തന്നെ മുന്നോട്ട് പോണേ. ശരി എന്നാ സാറന്മാരെ.